ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഐശ്വര്യ ഫ്രം ഐഷീസ് വേൾഡ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലുള്ള ഒരു വാട്ടർഫാൾസിലാണ്. വാട്ടർഫാൾസിൻ്റെ പേര് ചോലക്കൽ വാട്ടർഫാൾസ്. ഇത് കൊണ്ടോട്ടി കോടങ്ങാട് അടുത്താണ്. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ചോല തുടങ്ങുന്നത് ഇവിടം തൊട്ടാണ്. അപ്പോൾ ഇവിടേക്ക് വെള്ളത്തുന്നത് പാടങ്ങളിലൂടെയൊക്കെയുള്ള വെള്ളമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് മേലെ ചോല എന്ന പേരിലാണ്. അപ്പോൾ ഇത് നല്ല രാവിലെയാണ് കേട്ടോ. അപ്പം നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ്. കുറച്ച് ആൾക്കാരൊക്കെ ചോല കാണാൻ വേണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളമാണ്. ഇതാണ് അണക്കെട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൽ വെള്ളം നമ്മൾ സംഭരിച്ച് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു അണക്കെട്ട് ഫുള്ളായി കഴിഞ്ഞാൽ മഴക്കാലത്ത് തുറന്നു വിടും, വേനൽക്കാലത്ത് വെള്ളം സംഭരിച്ച് വയ്ക്കും. അപ്പോൾ നല്ല വെള്ളമാണ്. അപ്പോൾ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വഴുക്കും പിന്നെ ജന്തുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം. മൂച്ചിക്കുണ്ട് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രത്യേക ഇടം പിടിച്ച ഒരു സ്ഥലമാണ് ചോല. അതുകൊണ്ട് തന്നെ ചോല കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. കുറേ പേര് ഇവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഒരാൾ ഇവിടെ ചാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു കുളം പുതുതായിട്ട് ഉണ്ടാക്കിയതാട്ടോ. പണ്ടത്തെ ചോലൻ്റെ കോലം ഇങ്ങനെയല്ല. പിന്നെ പിള്ളേരൊക്കെ കുളത്ത് ചാടി എൻജോയ് ചെയ്യുകയാണ്. സൺഡേ അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ ഈ ഒരു ബോർഡൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടുത്തെ പരിസര നിവാസികൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയ പെട്ടിപ്പീടിയുണ്ട്. അത്യാവശ്യം വിശപ്പടക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ പീടികയിലുണ്ട്. അപ്പോൾ ഇതാണ് ചോലേൻ്റെ അടുത്തുള്ള കാവ്. അപ്പോൾ ഇവിടെ വർഷത്തിലൊരിക്കൽ കുംഭമാസത്തിലാണ് വേല നടക്കുന്നത്, ദേവിയുടെ ആറാട്ട് വേല നടക്കുന്നത്. പിന്നെ ഇതാണ് ചോലയുടെ എൻഡിങ് പോർഷൻ, അതായത് അവസാനിക്കുന്ന സ്ഥലം ഇതാണ്. ചോല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരണം. വരുമ്പോൾ വേസ്റ്റ് ഒന്നും ചോലയിൽ ഇടരുത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.